പ്രതികൂലമാകുമ്പോൾ ആരിലേറിടും പ്രയാസം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 7-ാം സങ്കീർത്തനം 4-ാം വാക്യം. എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേതു കൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ. ദാവീദിന്റെ നിഷ്കളങ്കതയും പ്രതികാരത്തിന്റെ ഒരു നല്ല മാതൃകയും ഈ വാക്യത്തിലൂടെ നമുക്ക് കാണാം. താൻ തന്റെ ബന്ധുവിനോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രു തന്നെ പീഡിപ്പിക്കട്ടെ എന്ന് ദൈവമുൻപാകെ ദാവീദ് സമ്മതിക്കുന്നു. തന്റെ ജീവിതാനുഭവങ്ങളെ അറിയുന്ന ദൈവത്തിൽ പൂർണ്ണമായി ദാവീദ് ശരണപ്പെടുന്നു. അതോടൊപ്പം തനിക്ക് ദോഷം ചെയ്തവനെ താൻ വിട്ടയച്ചിട്ടുണ്ടെന്ന് ദൈവമുൻപാകെ സമർത്ഥിക്കുന്നു. തനിക്കെതിരെ ശൗൽ 2 പ്രാവശ്യം ദോഷം പ്രവർത്തിച്ചപ്പോഴും 2 പ്രാവശ്യവും അവനെ കൊല്ലാതെ ദാവീദ് വിടുന്നു. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയെ നന്മയാൽ തോൽപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, തിന്മയും പ്രതികാരവും വളരുന്ന ലോകത്തിൽ ദാവീദ് നമ്മുടെ മുൻപിൽ നല്ലൊരു മാതൃക വയ്ക്കുന്നു. ദൈവത്തിൽ ശരണം വെച്ച് തിന്മയെ നന്മയാൽ തോൽപ്പിക്കുന്നവരായി എതിരാളികളുടെ മുൻപിൽ നമുക്ക് ജീവിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നന്മ ചെയ്യുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.